നമസ്കാരം. ബ്ലഡ് ഡൊണേഷന്റെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. രക്തദാനം, മഹാദാനം. നമ്മൾക്ക് രക്ഷ കിട്ടുന്നൊപ്പം തന്നെ മറ്റൊരാൾക്ക് ജീവൻ നൽകാനാകുന്ന ഒരു അത്ഭുതമായ മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബ്ലഡ് ഡൊണേഷൻ. നമസ്കാരം. ഇത് ബ്ലഡ് ഡൊണേഴ്സ് മന്ത്, ജനുവരി മാസം. ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നിരവധി വർഷക്കാലം തൊടുപുഴയുടെ പ്രിയപ്പെട്ട ചാഴികാട്ട് ഹോസ്പിറ്റൽ ഇപ്പോൾ BMH മാനേജ്മെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ രക്തദാനവുമായി ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ വിവിധ ഘട്ടങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു വീഡിയോ ആണ്. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്ലഡ് ഡൊണേഷൻ സെന്ററിന് മുമ്പിലാണ്. ബ്ലഡ് സെന്റർ എന്നാണ് പറയുക. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പ്രോസസ് ഉണ്ട്. ആദ്യമായി നമ്മൾ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിന് വിധേയമാകണം. തുടർന്ന് രജിസ്ട്രേഷൻ. കൗൺസിലിംഗ് പ്രോസസ്സിനൊപ്പം തന്നെ നമ്മൾ ഒരു രജിസ്ട്രേഷൻ ഫോം ഏകദേശം 92ഓളം ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് നൽകേണ്ടതുണ്ട്. ഒരു വർഷം സമയത്ത് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ലായിരുന്നല്ലോ? ഇല്ല. സൈഡ് എഫക്ട്സോ അങ്ങനെ റിയാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല? വേറെ പ്രശ്നങ്ങളൊന്നും മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ല? താങ്ക് യു സർ. രക്തദാനത്തിന്റെ അടുത്ത ഘട്ടമാണ് മെഡിക്കൽ എക്സാമിനേഷൻ. ഇവിടെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ നമ്മുടെ ആരോഗ്യ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും നമ്മുടെ രക്തദാനത്തിന്റെ തുടർ നടപടികളിലേക്ക് നയിക്കുകയും ചെയ്യും. തുടർന്ന് പൾസ് ഓക്സിമീറ്റർ കൊണ്ട് പൾസും ഓക്സിജൻ ലെവലും പരിശോധിക്കും. തുടർന്ന് സ്പിഗ്മോ മാനോമീറ്ററിൽ ബ്ലഡ് പ്രഷർ പരിശോധിക്കുന്നു. അടുത്തതായി ഹീമോഗ്ലോബിൻ പരിശോധിക്കുന്നതിന് വേണ്ടി ചെറിയ നീഡിൽ കൊണ്ട് നമ്മുടെ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കുന്നു. വേദനാരഹിതമായ പെൻ നീഡിൽ ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ വേഗത്തിൽ ബ്ലഡ് സാമ്പിൾ ശേഖരിക്കുന്നത്. തുടർന്ന് വിരൽത്തുമ്പിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ ഒരു ചെറിയ കാട്രിഡ്ജിലേക്ക് ശേഖരിക്കുന്നു. ഈ ഒരു ആധുനിക ഉപകരണത്തിൽ വളരെ വേഗം നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടെത്താൻ സാധിക്കും. നിശ്ചിത അളവ് ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ തുടർ നടപടികളിലേക്ക് പ്രവേശിക്കാനാവൂ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് നോർമലായതിനാൽ തുടർന്ന് രക്തം സ്വീകരിക്കുന്ന നടപടിയിലേക്കാണ് ഇനി നാം പോകുന്നത്. രക്തദാനത്തിന് മുൻപുള്ള വൈദ്യപരിശോധന ഭാഗമായി ശരീരഭാരവും പരിശോധിക്കും. നിശ്ചിത അളവിൽ ഭാരം കുറഞ്ഞാൽ രക്തം സ്വീകരിക്കത്തില്ല. രക്തദാനത്തിന് മുൻപുള്ള മണിക്കൂറുകളിൽ ഉറക്കം, ആവശ്യമായ ഭക്ഷണം കഴിക്കൽ ഇവ നിർബന്ധമാണ്. മെഡിക്കൽ എക്സാമിനേഷൻ പൂർത്തിയായാൽ തുടർന്ന് ബ്ലീഡിംഗ് റൂമിലേക്കാണ് രക്തദാനത്തിന് വേണ്ടിയുള്ള ബ്ലീഡിംഗ് റൂമാണ്. ഇതാണ് ബ്ലീഡിംഗ് റൂം. ഇവിടെ ഒരേ സമയം 2 പേരുടെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. കേരളത്തിലുടനീളം വിവിധ ഹോസ്പിറ്റൽ ശൃംഖലകളിലൂടെ ഉയർന്നു വന്നിരിക്കുന്ന കോഴിക്കോട് വളരെ വിപുലമായുള്ള ആശുപത്രിയുള്ള ഒരു വലിയൊരു സ്ഥാപനമാണ് തൊടുപുഴയിൽ. നമുക്കറിയാവുന്ന 25ലധികം വർഷമായിട്ട് ചാഴികാട്ട് ഹോസ്പിറ്റലിന്റെ ഈ ഒരു കെട്ടിടത്തിൽ ഇപ്പോൾ അതിന്റെ പരിപൂർണമായിട്ടുള്ള അപ്ഡേഷൻസ്, ഓണർഷിപ്പൊക്കെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടീമാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഡൊണേഷന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. നമുക്ക് ഖൈസാറുണ്ട്. അദ്ദേഹം ആണ് ഇപ്പോൾ ബ്ലീഡ് പ്രോസസ് നടത്തുന്നത്. 450 ml അല്ലേ അറ്റ് എ ടൈം എടുക്കുകയാണ്. അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റുന്നത്. 55 കിലോയ്ക്ക് മുകളിൽ 350 ml. ഓക്കെ. ഓൾറെഡി ആന്റി കോയാഗുലന്റ് ഉണ്ട് അല്ലേ? ഓക്കെ. ഇപ്പോൾ ബ്ലഡ് ഡൊണേഷന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ബ്ലീഡിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ BP ഒന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് ഘടിപ്പിക്കുകയാണ്. തുടർന്ന് നമുക്ക് ഇതാണ് സ്മൈലി. ബ്ലഡ് ഡൊണേഷൻ സന്തോഷത്തെ അയക്കാൻ വേണ്ടി ഇത് നമ്മളിടയ്ക്ക് സ്ക്വീസ് ചെയ്യണം. ബ്ലീഡിംഗ് പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയാണ്. വെയിൻ ഡിറ്റക്ട് ചെയ്യാൻ കൂടിയിട്ടാണ്. നമ്മുടെ വെയിൻ റെഡി ആയിട്ടുണ്ട്. ബ്ലഡ് ഡോണർക്ക് വളരെ കംഫർട്ടായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ ഭാഗം ഒന്നുകൂടി ഒന്ന് സാനിറ്റൈസ് ചെയ്യാണ്. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണോ അല്ലേ? എന്നാലും ആ ഗുമ്മുണ്ടാവുള്ളൂ. നമ്മുടെ ബ്ലീഡിങ് ഏരിയ ഒന്നുകൂടി ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാണ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിനി ബ്ലീഡിംഗ് പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ഒന്നുകൂടി ഒന്ന് ബ്ലഡ് പ്രഷർ ഒന്നുകൂടി ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം
നമ്മളിനി ബ്ലീഡിംഗ് പ്രോസസ്സിനുള്ള നീഡിൽ എൻട്രി ചെയ്യിക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല, വളരെ ഹാപ്പിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഇതല്ലേ, ഓക്കെ. അപ്പം ബ്ലീഡിംഗ് പ്രോസസ്സിന് വേണ്ടി നീഡിൽ എൻട്രി ചെയ്യിക്കുകയാണ്. പ്രത്യേകിച്ച് ഓക്കെ, പ്രത്യേകിച്ച് നമുക്കിങ്ങനെ വേദനയൊന്നും തോന്നത്തില്ല. അപ്പോൾ അത് ചെറിയൊരു ഉറുമ്പ് അടിക്കുന്ന വേദന മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് പ്രോസസ്സാണ്. എല്ലാം കണക്റ്റഡ് ആയിട്ടുണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡാണ് കൈസ്. പിന്നെ സിബി സാറ് നല്ല ഒരു സപ്പോർട്ടാണ്. നമ്മുടെ ബാഗിലേക്ക് ബ്ലീഡിങ് പ്രോസസ് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ബ്ലഡ് ബാഗ് ഉണ്ട്. ബ്ലഡ് ബാഗിൽ കളക്ഷൻ നടക്കുകയാണ്. നമ്മുടെ ബ്ലഡ് ബാഗ് ഇങ്ങനെ മൂവ് ചെയ്തിട്ടിരിക്കുകയാണ്. ബ്ലീഡിങ് പ്രോസസ് നടക്കുകയാണ്. ഇടയ്ക്ക് നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്തുകൊണ്ട് എടുക്കണം. അല്പം വേഗത്തിൽ അല്ലേ, സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 450 ml ആണ്. ഇപ്പം എൻ്റെ ബോഡി വെയിറ്റ് 85 കിലോ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ബ്ലഡ് നമുക്ക് അറ്റ് ടൈം കൊടുക്കാൻ പറ്റും. 3 മാസമാണ് പറയുന്നതെങ്കിൽ 6 മാസമാണ് കുറച്ചുകൂടി അഡ്വൈസബിൾ ആയിട്ട് വരുന്നത്. ഇതിൽ ഓൾറെഡി ഒരു ആന്റികോയാഗുലന്റ് ഓൾറെഡി ഉണ്ടാവും. ഒരു ലിക്വിഡ് അതിനകത്ത് വരുന്നുണ്ട്, ആന്റികോയാഗുലന്റ്. പെർ മിനിറ്റിൽ 80 ml ആണ് ഇപ്പോൾ. നമ്മുടെ ബ്ലീഡിംഗ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഈ സ്മൈലിയിൽ ഇങ്ങനെ സ്ക്വീസ് ചെയ്യണം. ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണം തന്നെയാണ്. നമ്മുടെ BP അതുപോലെ ഹാർട്ടിന് ബ്ലോക്ക് വരുന്ന ചാൻസുകളൊക്കെ കുറയും. അതുപോലെ ഷുഗർ നോർമലൈസ് ആകും. പുതിയ ബ്ലഡ് സെൽസ് നമുക്ക് ഫോം ചെയ്യും. അതുപോലെ നമ്മുടെ ബോഡിയിലെ അയൺ കണ്ടന്റോടൊക്കെ ഒന്നുകൂടി ബാലൻസ് ആകും. അപ്പോൾ കൊടുക്കുന്ന ആൾക്ക് ഒത്തിരി ഗുണമുണ്ട് ബ്ലഡ് ഡൊണേഷൻ. ഇതിനേക്കാൾ ഉപരി നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം 100ഓളം ഡേറ്റ കളക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനും കൊടുക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ റിസീവറിന് സ്വീകർത്താവിന് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും കൗൺസിലിംഗ് പ്രോസസ്സും അതോടൊപ്പം തന്നെയുള്ള രജിസ്ട്രേഷനിലൊക്കെ വരുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവൽ അറിയാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള നമുക്കൊരു കൺഫർമേഷൻസ് വെരിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ കിട്ടും. നമുക്ക് ബ്ലഡ് ഡൊണേഷൻ 3 മാസം കഴിയുന്ന ഒരു ഡ്യൂറേഷനാണ്. അതിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കും മുടങ്ങാതെ. ബ്ലഡ് ഡൊണേഷൻ നമുക്ക് എപ്പോഴും എന്തുകൊണ്ടും നല്ലതാണ്. അതിൽ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴ വളരെ പ്ലസന്റ് ആയിട്ട് ടെൻഷനോ സ്ട്രെയിനോ ഇല്ലാതെ വളരെ നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നഴ്സിംഗ് ഓഫീസേഴ്സാണ് നമ്മളൊപ്പം ഉള്ളത്. സിബി ജോർജ് സാർ, അതോടൊപ്പം തന്നെ കൈസ്, പിന്നെ എല്ലാറ്റിനും സപ്പോർട്ടായിട്ട് പ്രിയപ്പെട്ട മേലുകാവിന്റെ ഇരുമാപ്രയുടെ പ്രിയപ്പെട്ട സന്തോഷ് ഇരുമാപ്ര പ്രിയപ്പെട്ട സാറൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്. നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത്. ഏകദേശം ബ്ലീഡിംഗ് പ്രോസസ് പൂർത്തിയായിട്ടുണ്ട്. ഡോണറെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ശേഷം ഇതിന്റെ മെഡിക്കൽ അനാലിസിസ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് റെസിപ്പിയന്റിന് വളരെ സേഫായിട്ട് തന്നെ ഇത് കൈമാറുന്നത്. ഇപ്പോൾ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ഓരോ പൗരനും അതായത് പകരം വെക്കാനല്ലോ, ബ്ലഡിന് പകരം വെക്കാൻ മറ്റൊരു മെറ്റീരിയൽ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഡൊണേഷൻ വളരെ വിലപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഫോറങ്ങൾ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള സമയങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ ഓൾഡറായിട്ട് നമുക്ക് കൊടുക്കാം. ഹോസ്പിറ്റലിലൊക്കെ ധാരാളം ബ്ലഡ് ആവശ്യം ഉള്ള സമയങ്ങളാണ്. അപ്പം ബ്ലീഡിംഗ് പ്രോസസ് കഴിഞ്ഞു. നമ്മളിങ്ങനെ ഒരല്പസമയം മടക്കി വെച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ബ്ലഡ് അതിൻ്റെ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതിയതിന് ശേഷം ഷോർട്ടാണ്. ശരി, നമ്മുടെ പ്രോസസ്സ് പൂർത്തിയാവുകയാണ്. ഓർപ്പിച്ചോളം തന്നെ ഈ ബ്ലഡിന് പല കോമ്പണൻസ് ആയിട്ട് തിരിക്കും. ആവശ്യക്കാർക്ക് അതനുസരിച്ച് നീഡ്സ് അനുസരിച്ചാണ് ഇത് കൊടുക്കുക. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മളിവിടെ റിഫ്രഷ്മെൻറ്റ് റൂമുണ്ട്. അവിടെ നമ്മളൊക്കെ എക്സാമിൻ ചെയ്ത് പരിപൂർണ്ണമായിട്ട് കെയർ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മളെ ഇവിടുന്ന് റിലീവ് ചെയ്യുള്ളൂ. അടുത്തായിട്ട് നമ്മൾ ബ്ലീഡ് ചെയ്ത് കളക്ട് ചെയ്ത ആ ബ്ലഡ് സാമ്പിൾസ് നേരെ കോമ്പണന്റ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂമിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പം പ്രിയപ്പെട്ട കൈസ് ഇദ്ദേഹമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ നമ്മുടെ റെസ്റ്റ് ടൈം കഴിയാണ്. എന്നോടൊപ്പം പ്രിയമുള്ള സിബി ജോർജ് സാറാണ്, മരങ്ങാട്ടുപള്ളി ആണ് സ്വദേശം. എത്ര വർഷം സാർ ഇവിടെ? 9 വർഷമായിട്ടുണ്ട്. എപ്പോഴും വരുമ്പോൾ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്ലീഡിംഗ് പ്രോസസ് പൂർത്തിയായിരിക്കുകയാണ്. അതുപോലെ കളക്ട് ചെയ്ത ബ്ലഡ് ഓൾറെഡി കോമ്പണന്റ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂമിലേക്ക് പോയി കഴിഞ്ഞു. നമുക്ക് ഏകദേശം ഒരു ഒബ്സർവേഷൻ ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. വളരെ ഹാപ്പിയാണ് ബ്ലഡ് ഡൊണേഷനിൽ. ഇനി ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും ബ്ലഡ് ഡൊണേഷൻ നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാവുക. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു, റെസ്റ്റ് ഒബ്സർവേഷൻ ടൈം കഴിഞ്ഞു. ഇനി അടുത്തത് റിഫ്രഷ്മെൻറ്റ് റൂമാണ്. അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് വീട്ടിലേക്ക് മടക്കാം. സേഫായിട്ട് ഒന്ന് ഒട്ടിക്കുകയാണ് പ്ലാസ്റ്റർ വെച്ചിട്ട്. നമ്മളിപ്പം പ്രിയമുള്ള സിബി ജോർജ് സാറാണ്. സാറ് നമുക്ക് ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് റിഫ്രഷ്മെൻറ്റിന് വേണ്ടി ഒരു സ്വീറ്റ് ഡ്രിങ്ക് അല്ലേ സാറേ തന്നിരിക്കുകയാണ്. താങ്ക് യു സാർ. അത് സന്തോഷമാണ്. കാരണം നമുക്കിത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. മറ്റു സ്ഥലത്തൊക്കെ ഫ്രൂട്ടി മാംഗോ ഒക്കെ ആണെങ്കിൽ ഇതിനകത്ത് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ആന്റി ഓക്സിഡൻസ് അടങ്ങിയ
അപ്പോൾ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. രക്തം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ മുഴുവൻ പ്രോസസ്സും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കും രക്തദാനം ചെയ്ത് നന്മയിൽ പങ്കാളികളാക്കാം. നന്ദി, നമസ്കാരം.